ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ നെറ്റ് എക്സാം വരികയാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നെറ്റ് അല്ലെങ്കിൽ ജെആർഎഫ് ക്വാളിഫൈ ആകണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരുമിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു ജെആർഎഫ് അല്ലെങ്കിൽ നെറ്റിലോട്ട് എത്താൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പം നെറ്റ് എക്സാമിൻ്റെ കേസ് വരുമ്പം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓരോ വർഷം പലതരത്തിൽ കട്ട് ഓഫ് കൂടുന്നു, ചില വർഷം ചിലപ്പോൾ അത് കുറയുന്നുണ്ടാകും. എന്നാലും ഗ്രാജുവലി നമ്മൾ എന്താണ് കട്ട് ഓഫ് ഇങ്ങനെ കൂടി 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 വരുന്ന ഒരു ട്രെൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി ഈ ഒരു കട്ട് ഓഫിന് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ഓഫിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് കട്ട് ഓഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവല്. നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആണെന്ന് നോക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സൈക്കോളജീൻ്റെ ഫാദർ ആരാണ്, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു PG ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് മുകളിലോട്ടുള്ള ആൾക്കാരാണല്ലോ ഈ ഒരു എക്സാമിന് വരിക. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് ആൾക്കാർക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ കുറേ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും. അതേ സ്ഥാനത്ത് പേപ്പർ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറാണല്ലോ, പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർക്ക് അധികം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആൾക്കാർക്ക് അധികം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്തപ്പം ഓവറോൾ ഉള്ള എക്സാം എഴുതിയിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും സ്കോർ കുറയുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ഓഫും കുറയും. അപ്പം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ച് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് തരിക. അല്ലാത്ത പക്ഷം പ്രിപ്പയർ ചെയ്യാതെ പോകുന്ന ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് പ്രിപ്പയർ ചെയ്ത് പോയ ആൾക്കാർക്ക് അത് നെഗറ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നു എന്നോർത്ത് നമ്മൾ വിഷമിക്കരുത്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ആ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഈ എക്സാം എഴുതാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാരുടെ പ്രിപ്പറേഷൻ ലെവൽ. ഈ ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല ക്ലാരിറ്റിയോടെ നല്ല എക്സാം സ്ട്രാറ്റജിയോടുകൂടെ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ ചിലപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ കോച്ചിങ് ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്വന്തമായിട്ടിരുന്നിട്ടായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലായിട്ടും ആ ഒരു സ്പെസിഫിക് എക്സാമിന് ആ ഒരു സൈക്കിളിൽ വരുന്നതെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ടാകും, നല്ല സ്കോർ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല സ്കോർ, അതിപ്പോൾ പേപ്പർ ഈസി ആണെങ്കിലും പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിലും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നാൽ കട്ട് ഓഫ് കൂടുകയാണ് ഉണ്ടാവുക. അതേ സ്ഥാനത്ത് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ എന്തായാലും നമ്മൾ ഫീസ് അടച്ചിട്ടില്ലേ, ചുമ്മാ പോയിട്ടൊന്ന് എഴുതിയേക്കാം, ആ മൈൻഡ് സെറ്റോടെ കൂടെ പോയി എഴുതുന്ന കുറേ ആൾക്കാരാണുള്ളതെങ്കിൽ അപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, അധികം പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അധികം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അധികം ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് താഴെ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്, ഈ റീസെൻ്റ് ആയിട്ട് ഉള്ള വർഷങ്ങളിൽ ഈ കട്ട് ഓഫ് കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പ്രിപ്പറേഷൻ ലെവല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയുമ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ അഡ്വാൻറ്റേജസ് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനുണ്ട്. കുറേ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിപ്പോൾ യൂട്യൂബിലായാലും അതെ, ഇനി ഫ്രീ ആയിട്ട് കിട്ടുന്ന റിസോഴ്സസ് യൂട്യൂബിലായാലും അതെ, അല്ലാത്ത നമുക്ക് AI ഉണ്ട്, ബുക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കൂടുതൽ നമ്പർ വരുന്നത് കൊണ്ടും കൂടെ ആകാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്നാൽ നമ്മളും ഈ ഒരു ഗ്രൂപ്പിൻ്റെ പാർട്ടാകുക എന്നുള്ളതാണ്. നല്ല ക്ലാരിറ്റിയോടുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. രണ്ടാമത്തേതാണ് ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം, ചില സൈക്കിളിൽ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, ഭയങ്കര ഈസി ആയിട്ടുള്ള സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എന്തായി, പേപ്പർ ഡിഫിക്കൽട്ടി ലെവൽ കുറയുമ്പം കട്ട് ഓഫ് കൂടും.
ഇനിയിപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ലാസ്റ്റ് സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഒക്കെ ആവശ്യമായിട്ടുള്ള അപ്ലിക്കേഷൻ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേ അസേഷൻ റീസൺ ഒക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ പ്രത്യേകിച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമുക്കത് വായിക്കാൻ തന്നെ ടൈം എടുക്കും. ആൻഡ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം എന്തായി പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടും. അന്നേരം നമുക്ക് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയാണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ഓഫിൽ ചേഞ്ചസ് ഉണ്ടാവുക. അതുപോലെ തന്നെ എത്ര കുട്ടികൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മുടെ കട്ട് ഓഫ് ഡിപ്പെൻഡൻ്റ് ആവുന്നത്. അപ്പോൾ കട്ട് ഓഫിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുറച്ചൊരു 2021 കാലഘട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2025 ജൂൺ വരെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഗ്രാജുവലി ഇങ്ങനെ കട്ട് ഓഫ് കൂടി വരുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഒരു JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മാർക്കാണ് ഇപ്പം നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നെറ്റിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിലും രണ്ടിൻ്റെ എന്താണ് കൂടി തന്നെയാണ് വരുന്നത്. ഞാനിപ്പം ആദ്യം എൻ്റെ നെറ്റ് ക്വാളിഫൈ ആകുന്ന സമയത്ത് ഇതായിരുന്നു ആ സമയത്തെ കട്ട് ഓഫ് റേഞ്ച്, നെറ്റിൻ്റെ കട്ട് ഓഫ് റേഞ്ച്. ഈ സമയത്താണ് ഞാൻ എൻ്റെ നെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ, ഇപ്പോഴത്തെ കട്ട് ഓഫ് ഇപ്പോഴത്തെ അല്ല, ഇത് ജൂണിലാണ്, ജൂൺ സൈക്കിളിലാണ്. ഡിസംബറിൽ ചെറിയൊരു താഴോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് താഴോട്ടാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ചെറിയൊരു താഴ്ച ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, അതായത് ട്രെൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും കൂടി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് കട്ട് ഓഫ് കുറയുമ്പോൾ ക്വാളിഫൈ ആകാം എന്ന് കാത്തിരിക്കുന്നതിലും കട്ട് ഓഫിൻ്റെ ഒപ്പം നമ്മൾ വളരുക എന്നുള്ളത്. ഞാൻ JRF ക്വാളിഫൈ ആകുമ്പോൾ ഉണ്ടായിരുന്ന കട്ട് ഓഫ് റേഞ്ച് ഇതായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ഓഫ് കുറയട്ടെ എന്നിട്ട് ഞാൻ ക്വാളിഫൈ ആകാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കാതെ കട്ട് ഓഫിൻ്റെ ഒപ്പം നമ്മുടെ പ്രിപ്പറേഷനും കൂട്ടിയിട്ട് ആ കട്ട് ഓഫിൻ്റെ മുകളിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു കാര്യമുള്ളത് യൂണിറ്റ് വൈസ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ വെയിറ്റേജ് വരുന്നത് എന്നുള്ളതാണ്. യൂണിറ്റ് വൈസ് വെയിറ്റേജ് നോക്കുമ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, കോമൺ സെൻസിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് 10 മൊഡ്യൂൾസ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം എല്ലാ മൊഡ്യൂളിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും എക്സാം പാറ്റേൺ കാണാറുള്ളത്. ഇതിപ്പം 2025 ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഈ 9th മൊഡ്യൂളിൽ നിന്നാണ്. ഓൾമോസ്റ്റ് 20ഓളം ക്വസ്റ്റ്യൻസ് ആ ഒരു സിംഗിൾ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. അതിലും കുറേ റിപ്പീറ്റുള്ള കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ്റർവെൻഷൻ്റെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയാസിന് കൂടുതൽ വെയിറ്റേജ് വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ 9th മൊഡ്യൂളിൻ്റെ ഇൻ്റർവെൻഷൻ ഏരിയയ്ക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ മൊഡ്യൂൾസിൻ്റെ ഉള്ളിലും ചില ഏരിയാസ് ഇവർ ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എമർജൻസ് ഓഫ് സൈക്കോളജി എടുക്കുകയാണെങ്കിൽ അതിലൊരു നല്ലൊരു പാർട്ട്, ഒരു 70 to 80% എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇന്ത്യൻ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, അങ്ങനെ ഇസ്ലാമിക്, സൂഫിസം, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എമർജൻസ് ഓഫ് സൈക്കോളജി ഭാഗത്തു നിന്ന് കൂടുതലായിട്ട് വരാറുള്ളത്. ആൻഡ് റിസർച്ചിലായാലും അവർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. റിസർച്ച് മെത്തഡോളജി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടുണ്ട് ഗുണം. നമുക്ക് നല്ല രീതിയിൽ റിസർച്ച് മെത്തഡോളജി പഠിച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടെ പേപ്പർ 2ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർലി നമ്മുടെ പേപ്പർ 1ലും റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് 2 ഗുണമാണുള്ളത്. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും പണ്ടത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരുപാട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്ന ഏരിയ റിസർച്ചും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും ആയിരുന്നു. ഇപ്പോൾ പാരഗ്രാഫ് ചില സമയത്ത് അവർ അല്ലാത്ത റാൻഡം പാരഗ്രാഫ്സ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്നാലും സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ബയോളജിക്കൽ ബിഹേവിയർ എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാതെയൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടെയാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയൊക്കെ എന്തായാലും നമുക്ക് കളയാൻ വേണ്ടി പറ്റാത്ത ഏരിയകൾ തന്നെയാണ്. ഈ ഒരു മൊഡ്യൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റേറ്റീവ്ലി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻ്റലിജൻസ് ഏരിയയിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ആൻഡ് അതിന് അത്യാവശ്യം ബ്രെഡ്ത്തും ഉണ്ടല്ലോ, കുറച്ചും കൂടെ ഡെപ്തിൽ ഇൻ്റലിജൻസ് പോകുന്നതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കമ്പാരിറ്റേറ്റീവ്ലി കൂടുതലായിട്ട് വരാറുണ്ട്. സോഷ്യൽ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സോഷ്യൽ സൈക്കോളജിയിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. ആൻഡ് എമർജിങ് ഏരിയാസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് തീരെ പ്രിഡിക്ഷൻ പോസിബിൾ അല്ലാത്ത ഒരു ഏരിയ ആണ് എമർജിങ് ഏരിയാസ്. അത് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ, ഏത് തിയറി ബേസ് ചെയ്തിട്ടാണ്, അങ്ങനെ നമുക്കൊരു
പക്ക ക്ലാരിറ്റി കിട്ടാത്ത ഒരു ഏരിയ പലപ്പോഴും എമർജിങ് ഏരിയാസ് ആണ്. പക്ഷെ അതിൽ നമുക്ക് കുറച്ചും കൂടെ പ്രഡിക്റ്റബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഹെൽത്ത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PYQs സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡിലോ അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും അത് ഏത് മൊഡ്യൂളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ടാലി മാർക്ക് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു വെയിറ്റേജ് ഏത് യൂണിറ്റിന് ഏത് ഏരിയയ്ക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. PYQ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക ഏത് യൂണിറ്റ് ആണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൽ 10 യൂണിറ്റ്സ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെ ടാലിയിട്ട് പോവാം. അപ്പം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഫൈനലി നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ടോപ്പിക്കാണ് ഞാൻ കൂടുതൽ റിവൈസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു നെറ്റ് റിലേറ്റഡ് ആയിട്ട് ചില മിത്സും ഫാക്ട്സും ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തേതാണ് നമ്മൾ ജസ്റ്റ് എല്ലാ തിയറീസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്താൽ മതി. മെമ്മറൈസ് ചെയ്താൽ മാത്രം നമുക്ക് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. പക്ഷെ നമ്മൾ ചുമ്മാ കാണാതെ പഠിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ചില ലിസ്റ്റൊക്കെ നമുക്ക് കുറേ എന്താ പറയുക, ഒരു ലിസ്റ്റ് ഓഫ് സാധനം ഒരു 10 എണ്ണത്തിൻ്റെ ഒരു ഓർഡർ ഒക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓർഡർ ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളത് മെമ്മറൈസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ് UGC നെറ്റിൻ്റെ NTA. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ട്. മെമ്മറൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യരുത്. നമുക്ക് ചില തിയറീസും അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മറ്റു തിയറീസും ഐഡിയാസൊക്കെ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റണം. എന്നാൽ മാത്രമേ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് ലാസ്റ്റ് സൈക്കിളിലൊക്കെ വന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസിലും ഡയറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ എടുത്ത് തന്നിട്ട് ഇതെന്താ, അല്ലെങ്കിൽ ഒരു ഡാഷ് ഇട്ടിട്ട് ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഡാഷ് ഇടുന്ന പരിപാടിയൊന്നും അധികം കണ്ടില്ല. അതിനേക്കാൾ കൂടുതൽ കുറച്ചെങ്കിലും അപ്ലിക്കേഷൻ ലെവലിലോട്ട് അവരുടെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം നമുക്കൊരു സിറ്റുവേഷനൊക്കെ തന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ആൻസറിലോട്ട് എത്തുക എന്നുള്ള ഒരു തരത്തിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് UGC നെറ്റൊക്കെ പോലെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നമുക്ക് 2 മാർക്ക് പോകും. ആ ഒരു 2 മാർക്കിലായിരിക്കും നമ്മൾ ഈ കട്ട് ഓഫിൻ്റെ താഴെ പോകുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻസ് മെമ്മറൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറം അതെന്താണെന്നുള്ള പ്യുവർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ചെയ്യുക ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായോ, ഇതിൻ്റെ ഡെഫിനിഷൻ എനിക്ക് അറിയുമോ എന്നുള്ളതല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലായോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. രണ്ടാമത്തെ ഒരു മിത്ത് നമുക്ക് വരുന്നത് നല്ല മെമ്മറി ഉള്ള ആൾക്കാർക്ക് മാത്രമേ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതിനാണോ ഭയങ്കരമായിട്ട് നമുക്ക് മറ്റേ ചിറ്റി റോബോട്ടിനെ പോലെ ഓരോ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് അത് മൊത്തം തലയിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം പറ്റുള്ളൂ? ഒരിക്കലും അല്ല. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കിത് വേണമെന്ന് വിചാരിച്ച് നമ്മൾ അതിനായിട്ടൊരു ടൈം മാറ്റി വെച്ച് നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാം സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മെമ്മറി ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേഴ്സൺ അല്ല. അപ്പം ഞാൻ ആ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ കുറേ ടൂൾസും ട്രിക്സും യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ടൈമും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യും, ആ ഒരു സാധനം അങ്ങോട്ട് ബാലൻസ് ചെയ്യണം. അപ്പം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്കൊക്കെ ഒരു കാര്യം ഓർമ്മയിലിരിക്കില്ലെങ്കിൽ 2 പ്രാവശ്യം വായിക്കണം. 2 പ്രാവശ്യം വായിച്ചാൽ ഓർമ്മ നിൽക്കില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ എങ്ങനെയും ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറേ നിമോണിക്സ് ഒക്കെ യൂസ് ചെയ്യണം, കുറേ ട്രിക്സ് യൂസ് ചെയ്യണം. അതുപോലെ നമ്മൾ മറ്റുള്ള എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കണം. നമ്മളെ ടൈം പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾസിലും നമുക്ക് എളുപ്പമുള്ള മൊഡ്യൂൾ ഏതാ, ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ ഏതാന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുള്ളതിന് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഇത്ര ലെവൽ ഇൻ്റലിജൻസ് വേണം അല്ലെങ്കിൽ ഇത്ര ലെവൽ മെമ്മറി വേണം എന്നുള്ള ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെന്ന് മാത്രം, ആ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ,
പിന്നെ നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്സും ഇരുന്നിട്ട് അതിന്റെ ഫസ്റ്റത്തെ ലൈൻ മുതൽ ലാസ്റ്റ് റെഫറൻസ് തുടങ്ങുന്ന വരെയുള്ള എല്ലാ ഏരിയയും ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്സ് വായിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ സെലക്റ്റീവ് റീഡിങ്ങിന്റെ ആവശ്യമേ ഉള്ളൂ. സെലക്റ്റീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് ഒരാദ്യം കുറേ കുറേ കഥയൊക്കെ പറയുന്നുണ്ടാവും. അത് മൊത്തമൊന്നും ഇരുന്ന് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. സ്കിം ചെയ്ത് വായിച്ചു നോക്കുക. വായിച്ച് വായിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏരിയ എത്തുമ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അവർ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിം ചെയ്യുക. വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എത്തുന്ന സമയത്ത് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് വായിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ടൈം കുറവുള്ള ഒരു പേഴ്സണാണ്, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മാപ്പ് ചെയ്യുക. മാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, അത് അറിയുന്നതാണ്, നമ്മൾ ആൻസർ ചെയ്തു, കറക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, നമുക്ക് ക്വസ്റ്റ്യൻ അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയില്ല, നമ്മൾ ഈ ഒരു തിയറി കേട്ടിട്ടേ ഇല്ല, തിരിച്ചു പോകുക. നമുക്ക് ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ റിസോഴ്സസ്, ക്രെഡിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സോഴ്സ് എന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മൾ റെഫർ ചെയ്യേണ്ടതെന്ന് മാത്രം. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് അത് ഏത് തിയറിന്നാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ തിയറീനെ പറ്റി ഇരുന്നിട്ട് അങ്ങോട്ട് വായിക്കാം. അങ്ങനെ അങ്ങനെ നമുക്ക് തിരിച്ച് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഓരോ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെക്കുന്നു, അതിനുശേഷം ആ ഓരോ ഏരിയയും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇവർ ചോദിക്കുന്ന ഏരിയാസ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഇത് ടൈം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അല്ലാതെ നമ്മൾ 10 യൂണിറ്റ്സിന് വേണ്ടിയിട്ട് മിനിമം ഒരു 10 ടെക്സ്റ്റ് പോരാ ശരിക്കും. ഇപ്പം മോട്ടിവേഷൻ, ഇമോഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ജനറൽ സൈക്കോളജീൻ്റെ ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാളും നമുക്ക് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 10-20 ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വായിക്കുക എന്നുള്ളതിനേക്കാളും സമയം കുറവുള്ള ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാപ്പ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ നമുക്ക് എൻ്റെ കുറച്ച് ഫേവററ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ്, ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല നല്ല ടെക്സ്റ്റ് ബുക്സ് കിട്ടും. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു റാൻഡം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പോയി നമുക്കത് വായിച്ച് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ വെറുതെ ഫിക്സേറ്റഡ് ആയിട്ട് അതിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്, ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അടുത്ത ടെക്സ്റ്റ് ബുക്ക് ഏതാ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക, ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ ട്രയൽ ആൻഡ് എറർ നടത്തുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല അടിപൊളി ടെക്സ്റ്റ് ബുക്സിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് ഈ ഫിഷിൻ്റെ ഒരു ബുക്ക്. അതുപോലെ റിസർച്ച് മെത്തഡോളജി ഇത്രയും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. അതാണ് നമ്മൾ കുളിക്കൻ്റെ ടെക്സ്റ്റ്. കുളിക്കൻ്റെ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻ മീഡിയൻ മോഡ് എന്നിടത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ റിസർച്ചിൽ ആവശ്യമായിട്ടുള്ള ടോപ്പ് ക്വാളിറ്റിയിലുള്ള റിസർച്ച് മെത്തേഡ്സിൻ്റെ ഏരിയ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് നല്ല എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വൃത്തിയിൽ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ കുളിക്കൻ്റെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. റിസർച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. പിന്നെ ലേണിങ്ങിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ് ഈ ഒരു മസൂറിൻ്റെ ലേണിംഗ് ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക്. ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് നമ്മളിപ്പോൾ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒന്നും അല്ല, അതിൻ്റെ പുറത്തേക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ വേറെ തരത്തിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ റിലേറ്റഡ് ആയിട്ട് വേറെ ഒരുപാട് റിസർച്ചസും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലേണിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു ബുക്കിൽ നിന്നാണ്. ഭയങ്കര നൈസ് ബുക്കാണ്, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ 9th മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവെൻഷൻ്റെ ഏരിയ. ആ ഇൻ്റർവെൻഷൻസിനെ പറ്റിയിട്ട് നല്ല വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്യാവശ്യം സ്ട്രക്ചേർഡ് ആയിട്ട് വരുന്ന ഒരു ബുക്കാണ് ലിൻഡ സെലിഗ്മാൻ്റെ ഈ ഒരു തിയറീസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ബുക്കാണ്. പിന്നെ പേഴ്സണാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ബുക്കുകളുണ്ട്, അതിൽ എനിക്കിഷ്ടമുള്ളത് ഒരു ബുക്കാണ് ഇത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല ബുക്സ് ട്രയൽ ആൻഡ് എറർ വഴി ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കി, ഇഷ്ടമായില്ലെങ്കിൽ ഒഴിവാക്കുക, അടുത്തത് നല്ലത് നോക്കുക. അങ്ങനെ അങ്ങനെ ചെയ്താൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് വായിക്കാനും കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്ന ബുക്സിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അടുത്തതാണ് നമ്മുടെ പേപ്പർ 2ൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അൺപ്രിഡിക്റ്റബിൾ ആണ്. അതായത് നമുക്കറിയില്ല ഏത് ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നതെന്ന്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്കായിട്ട് മനസ്സിലാകും, നല്ലൊരു ഭാഗം നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് 2016 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാസ്റ്റർ ആൻഡ് ജോൺസിൻ്റെ
നമ്മുടെ സെക്ഷൽ റെസ്പോൺസിന്റെ സ്റ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലത്തെ ചോദ്യം വേർഡിങ്സ് മാത്രമേ മാറ്റുള്ളൂ. 2017 എഗെയിൻ ചോദിച്ചു, അടുത്ത വർഷം തന്നെ ചോദിച്ചു. അപ്പൊ ഇത്തരത്തില് ഇതിപ്പം ഐറ്റം റിമൈൻഡർ കോറിലേഷനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഐറ്റം റിമൈൻഡർ കോറിലേഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഐറ്റം റിമൈൻഡർ കോറിലേഷൻ, ഈ ഫൈ കോഎഫിഷ്യന്റ്, ഇവരെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ വരുന്നത്. ഇത് നമ്മുടെ ടെസ്റ്റിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അത്രയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ഇയറിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇരുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാകും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും 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 വരുന്നത്. ചിലത് നമുക്ക് മടുക്കാൻ വേണ്ടി തുടങ്ങും. ഈ മാസ്ലോവിന്റെ ഹൈറാർക്കി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവർ വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണെങ്കിൽ എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ എഗെയിൻ ആ ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് തീരെ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ PYQ സോൾവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് നമ്മളിപ്പോൾ PYQ ചെയ്യണം എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. ചുമ്മാ നമ്മൾ PYQ ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് മാത്രം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബെറ്റർ ആവുമോ? ഇല്ല. നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത്, അല്ലെ PYQ ചെയ്യുന്ന സമയത്ത് ഈ അനാലിസിസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അനാലിസിസ് നടത്താതെ PYQ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അത് ഭയങ്കര വേസ്റ്റാണ്. നമ്മൾ ടൈം ഉള്ളതും കൂടെ പോകുന്നത് പോലെയുള്ളൂ. അതായത് നിങ്ങൾ എങ്ങനെ PYQ അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു, ഇപ്പോൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചു, എന്നിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അപ്പുറത്തെ ഒരു പേപ്പർ എടുത്ത് വെച്ചു, ഒന്നാമത്തേൻ്റെ ആൻസർ A, രണ്ടാമത്തേൻ്റെ B, മൂന്നാമത്തേൻ്റെ വീണ്ടും B എന്ന് പറഞ്ഞ് നിങ്ങൾ ആൻസർ ചെയ്തു പോയി. എന്നിട്ട് ലാസ്റ്റ് ആൻസർ കീ എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഒന്നാമത്തത് A കറക്റ്റ്, രണ്ടാമത്തത് C ആയിരുന്നു തെറ്റി. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തു പോകുന്നത് ശരിക്കും, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എത്ര യൂസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതേസമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ക്വസ്റ്റ്യന് നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. മൈൻഡിൽ ജസ്റ്റ് ആൻസർ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക, ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ഞാൻ വിചാരിച്ചതും A ആണ്, ആൻസർ കീയിലുള്ളതും A ആണ്. ഈ ഞാൻ A വിചാരിച്ചു എന്നുള്ളത് 2 തരത്തിൽ വിചാരിക്കാം. ഒന്ന് ഞാൻ ഗസ് ചെയ്തതായിരിക്കാം, ഒന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നതായിരിക്കാം. എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നതാണ് ഓക്കെ. ഞാൻ ഗസ് ചെയ്തതാണെങ്കിൽ അവിടെ ആലോചിക്കുക, എനിക്ക് എന്തുകൊണ്ട് അത് ഗസ് ചെയ്യേണ്ടി വന്നത്? എനിക്ക് ആ കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അതോ ആ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണോ? എന്താണോ അവിടുത്തെ ഇഷ്യൂ അതിനെ അപ്പം തന്നെ സോൾവ് ചെയ്യാം. കോൺസെപ്റ്റ് അറിയാത്തതാണ്, അപ്പം തന്നെ പോയിട്ട് ആ കോൺസെപ്റ്റ് പഠിക്കുക. ഞാൻ നാളെ പഠിച്ചേക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇനി അങ്ങനെ മാറ്റി വെക്കാനാണെങ്കിൽ ഒരു ബുക്കിൽ എവിടെയെങ്കിലും അത് ഏതായിരുന്നു ഏരിയ എന്നുള്ളത് എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നാളെ ആകുമ്പോൾ മറന്നു പോകും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, റിപ്പീറ്റ്, ഈ സെയിം കാര്യം തന്നെ. നമ്മൾ ആൻസർ ചെയ്തത് B ആണ്, കീയിൽ നോക്കിയപ്പോൾ അത് C ആണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ B ആൻസർ ചെയ്തത്, എന്തുകൊണ്ടാണ് ആൻസർ C കറക്റ്റ് ആയത് എന്നുള്ളത് നോക്കുക. ആൻഡ് നിങ്ങൾ പലപ്പോഴും ഈ PYQs ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻസർ കീനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. ആൻസർ കീയിൽ മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ആൻസർ അല്ല ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ എങ്കിൽ അതിനെ വേറെ സോഴ്സസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. നിങ്ങൾ വിചാരിച്ച ആൻസറും അല്ലെങ്കിൽ ആൻസർ കീയിലെ ആൻസറും ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ എന്തുകൊണ്ടാണ് അത് ഡിഫറെൻ്റ് ആയത്? ആൻസർ കീ ആണോ കറക്റ്റ്, നിങ്ങളാണോ കറക്റ്റ്, ഇനി അതോ വേറെ ഏതോ ഓപ്ഷൻ ആണോ കറക്റ്റ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. ആൻസർ കീനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ആൻസർ കീ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്താൽ അത് 2 എണ്ണത്തിൽ നമുക്ക് മാറ്റങ്ങൾ കാണും. ചിലപ്പോൾ അവർ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, ആൾക്കാരല്ലേ മിസ്റ്റേക്സ് വരുത്തും. അപ്പം നമ്മളത് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്താൽ എക്സാം ഹോളിൽ നിന്ന് നഷ്ടപ്പെടാൻ പോണത് നമ്മുടെ 2 മാർക്കായിരിക്കും. ഈ 2 മാർക്കിലായിരിക്കും നമ്മൾ കട്ട് ഓഫിൻ്റെ താഴെ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കലും ആൻസർ കീനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. 2, 3, 4 പ്രാവശ്യം പല സോഴ്സസിൽ വേണമെങ്കിൽ മൾട്ടി ചെക്ക് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ആക്കുക, ആൻസർ കറക്റ്റ് ആണല്ലോ, ഈ ആൻസർ കീയിലെ ആൻസർ കറക്റ്റ് ആണല്ലോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചുമ്മാ നമ്മളൊരു 5 or 10 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. പിന്നെ നമുക്ക് വരുന്നതാണ്, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് സമയം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ DBTയിൽ പാർട്ട് അല്ലാത്തത് ഏതാണ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്, ചെറിയ മാറ്റമേ ഉള്ളൂ. ഇത് 3 ഉണ്ട്. ഇവിടെ ഇൻട്രാപേഴ്സണൽ ആണ് കൊടുത്തിട്ടുള്ളത്, ശരിക്കും ഇന്റർപേഴ്സണൽ ആണ് വരിക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എക്സാം ഹോളിൽ നിന്ന് തിരക്കിട്ട് വായിക്കുന്ന സമയത്ത് ഇൻട്രാ എന്നുള്ളത് ചിലപ്പോൾ ഇന്റർന്നായിരിക്കും നമ്മൾ വായിച്ചു പോവുക. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലിരുന്നിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സ് വരുന്നുണ്ടാവും. ആ മിസ്റ്റേക്സ് ആയാലും എന്താണ് എനിക്ക് വരുന്ന മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ അപ്പം നോട്ട് ചെയ്തിട്ട് പോകണം. അടുത്തതാണ് യു ജി സി നെറ്റ് നമുക്ക് ക്വാളിഫൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടോപ്പിക്സിന്റെ ഡെപ്തിലോട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിന്റെ ഡെഫിനിഷനും പെരിഫറൽ ആയിട്ടുള്ള ഫാക്ട്സും മാത്രം അറിഞ്ഞിരുന്നാൽ മതിയോ? ശരിക്കും പോരാ. കാരണം ചില ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പം ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അത്രയും ഡെപ്തിലോട്ട് പോയില്ലെങ്കിലും നമുക്ക് അതൊക്കെ ബേസിക് ആയിട്ട് ആ ഓർഡർ അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ക്രൊണോളജിക്കൽ ആയിട്ടുള്ള സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെരിഫറൽ ആയിട്ടുള്ള ഫാക്ട്സ് അറിഞ്ഞിരുന്നാൽ പോരാ. നമുക്ക് ഓരോ തിയറിൻ്റെയും എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും വാട്ട് മാത്രം അറിഞ്ഞാൽ പോരാ, വൈയും ഹൗവും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ അസേഷൻ റീസൺ ഒക്കെ പോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം അസേഷൻ റീസണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെന്ന് ഒബ്വിയസ് ആയിട്ട് മനസ്സിലായാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് സിയോ ഡിയോ ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി, അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. പക്ഷേ ഈ എ ആണോ കറക്റ്റ്, അസേഷനും റീസണും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ആ തിയറീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഡെപ്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും അസേഷൻ റീസണിലെ ഈ എ ഓർ ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പം അത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അസേഷൻ റീസൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കോർ താഴെ പോവാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നല്ല രീതിയിൽ ഡെപ്ത് ഉണ്ടായിരിക്കണം. ഇനിയാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലോട്ട് പോകുന്നത്. എങ്ങനെ വേണം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് റിവിഷൻ വേണ്ട ഒരു പേഴ്സൺ ആണെങ്കിൽ ദയവ് ചെയ്തൊരു ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് മാത്രം പോരുത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ 10 മൊഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 ടെക്സ്റ്റ് ബുക്കിലും അതിൻ്റെ അപ്പുറത്തുള്ള വേറെ കുറേ ഒരു 100 വേറെ PPTയിലും 100 വേറെ PDF ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഇൻഫർമേഷൻസ്. അപ്പം നമ്മളിത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ എന്ന് ഓർക്കുക. നമ്മൾ ഓർക്കും കുഴപ്പമില്ല, ഹൈലൈറ്റ് ചെയ്ത് പോകാം, ആവശ്യം വരുമ്പോൾ തിരിച്ചു വരാമല്ലോ. പെട്ടെന്ന് നമുക്ക് ലാസ്റ്റ് എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ എല്ലാ ടെക്സ്റ്റ് ബുക്സും കടന്നിട്ട് തിരയാൻ നിൽക്കണം. ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വന്നാൽ ഇത് എവിടെയായിരുന്നു എന്ന് ഓർത്ത് തിരഞ്ഞ് തന്നെ നമ്മുടെ നല്ലൊരു സമയം പോകും. അപ്പോൾ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് 100% ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അല്ലാത്ത പക്ഷം മാത്രം അത് ചേഞ്ച് ചെയ്യുന്നതായിട്ട് ആലോചിക്കാം. അപ്പോൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊരു സ്ട്രാറ്റജി ആണെങ്കിൽ ആ നോട്ട്സ് ഉണ്ടാക്കുന്നതിന് ചില സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നോട്ട്സിൽ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് വെറുതെ കുത്തിക്കയറ്റി വെക്കരുത്. നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സൈക്കോളജിയിലുള്ള ചില ഐഡിയാസ് ഉണ്ടാകും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ സൈക്കോളജിന്റെ ഫാദർ ആരാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഒരു പേജ് ലെവലിലുള്ള കുട്ടീനെ സംബന്ധിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം, ഇതെനിക്ക് ഷുവറാണ്, 100% ഷുവറാണ്, എനിക്കിത് ഓർമ്മയുണ്ടാകും. 100% ആയിരിക്കണം കേട്ടോ, 99 ആണെങ്കിലും നിങ്ങൾ അത് എഴുതി വെക്കണം. 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾ അത് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്ത ഇൻഫർമേഷൻസ് ആയിരിക്കണം, നമുക്ക് തീരെ അറിയാത്ത ഇൻഫർമേഷൻസ് ആയിരിക്കണം നിങ്ങളുടെ നോട്ടിന്റെ 70% എന്നും പറയുന്നത്. നമുക്കറിയുന്ന എന്നാൽ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 30% ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ റിവിഷൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അധികം സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് നമ്മുടെ ടൈമോ എനർജിയോ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മുടെ ആ ടൈമും എനർജിയും കൂടെ നമുക്കറിയാത്ത ഈ 70%ലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ നോട്ട് എഴുതുന്ന സമയത്ത് മാക്സിമം കീ ടേംസ് വിട്ടുപോകരുത്, ഒരു കീ ടേം പോലും വിട്ടുപോകരുത്. കാരണം കീ ടേംസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെഫിനിഷൻസ് എന്ന് പറയുമ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഡെഫിനിഷൻ എടുത്ത് എഴുതാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ വേർഡ്സിലുള്ള ഡെഫിനിഷൻസ് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. ആൻഡ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ നോട്ട് എഴുതുക. വേറെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ നോട്ട് എഴുതുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം,
നിങ്ങൾ നോട്ട്സ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. ആ നോട്ട്സ് എഴുതുന്ന സമയത്ത് സ്കാനബിലിറ്റി പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ഇങ്ങനെ ലൈൻ മൊത്തം ഒരു പേജ് ആണെങ്കിൽ ഇതിങ്ങനെ മൊത്തം എഴുതുന്നതിന് പകരം മാക്സിമം അത് ഫ്ലോ ചാർട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്താ ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക്ക് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഓരോ ടോപ്പിക്സും സബ് ടോപ്പിക്സും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിനാണ് സ്കാനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ഞാൻ ഡിഗ്രി ടൈം മുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് ഓർത്തോ. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ് എഴുതുന്നത്. കുറേ കാര്യങ്ങൾ എഴുതി നമ്മൾ ഓർക്കുകയാണ്, ഓക്കെ നമുക്ക് കഴിഞ്ഞു, നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബുക്കിലുള്ള ഇൻഫർമേഷനൊക്കെ കഴിഞ്ഞു. എന്നാൽ പോലും അതിനുശേഷം കുറച്ച് സ്പേസ് എക്സ്ട്രാ ഗ്യാപ്പ് ഇടുക. സ്പേസ് ഗ്യാപ്പ് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടെക്സ്റ്റ് ബുക്കിലോ വേറൊരു സ്ഥലത്തു നിന്നോ പിന്നെ നിങ്ങളുണ്ടാവും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടുന്നു. അപ്പം നിങ്ങളത് വേറെ ഏതെങ്കിലും ഒരു ബുക്കിൽ കൊണ്ടുപോയി എഴുതുന്നതിനേക്കാളും നല്ലത് ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് എഴുതിയിട്ടുള്ള ആ പേജിനോട് അസോസിയേറ്റ് ചെയ്ത് അടുത്ത് കിടക്കുന്ന പേജ് ഏതാണോ അതിൽ തന്നെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും കുറച്ച് സ്പേസ് എങ്കിലും ഗ്യാപ്പ് ഇടുക. പറ്റുകയാണെങ്കിൽ ഒരു പേജോ അല്ലെങ്കിൽ ഒരു അര പേജെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഫുൾ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നതിന് പകരം സിമ്പിൾസ് അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ആവശ്യമില്ലാത്ത ദാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമുക്ക് ലാസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി വായിക്കുമ്പോൾ ഈ ദാ ഒന്നും വായിക്കാൻ വേണ്ടിയിട്ടുള്ള മെൻ്റൽ എനർജിയോ ടൈമോ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ഈ കൂടുക, ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ചെയ്യാതെ നിന്ന് ഈ ഒരു സിമ്പിൾ ഇടാം, ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിൾ ഇടാം. ഇപ്പോൾ ദെയർഫോറിന് നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടൂലേ, ബിക്കോസ് എന്ന് എഴുതുകയാണെങ്കിൽ ബിക്കോസ് എന്ന് എഴുതൂലേ. ഇങ്ങനത്തെയുള്ള കുഞ്ഞു അബ്രിവേഷൻസ് യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ സ്കാനബിലിറ്റി കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ വേണ്ടാത്ത വേർഡ്സ് ഇതായൊക്കെ പോലത്തുള്ള വേർഡ്സ് വായിച്ചിട്ട് നമ്മൾ ടൈം നമുക്ക് വേസ്റ്റ് ആവത്തുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ സെൻറ്റൻസിന് പകരം ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഷോർട്ടാക്കി അവസാനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലായി പോരുത്. നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് ഷുവർ ഇല്ലാത്ത സിമ്പിൾസ് ആണെങ്കിൽ അത് ആദ്യം നോട്ട്സിൻ്റെ തുടക്കത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾ ഓരോ കാര്യത്തിനും എന്ത് സിമ്പിളാണ് യൂസ് ചെയ്യാൻ പോണത് അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം വേണമെങ്കിൽ സിമ്പിൾസ് സെറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ നമ്മൾ നോട്ട്സ് എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ എഴുതി തുടങ്ങും. 10ാമത്തെ മൊഡ്യൂൾ ആകുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു 10 ബുക്ക് അവിടെ കിടപ്പുണ്ടാകും. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു, ഓക്കെ ഇന്ന ഒരു തിയറി ആരുടെ ആയിരുന്നു, അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 10 ബുക്കിരുന്ന് മറക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ പേജസിനെ ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. പേജസിന് ഇൻഡെക്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പേജ് നമ്പർ ഇട്ട് പോകാനുള്ള ടൈമൊന്നും അവിടെ ഉണ്ടാവില്ല. മിനിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ COT ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ള ഒരു കാര്യമായിരുന്നു, കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിലാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഇതിലിപ്പോൾ ഒരു 4 ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്, 4 ഏരിയാസ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഈ ഫ്രണ്ടിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും. ഇത് ഈ ഫ്രണ്ടിൽ എഴുതി ഒട്ടിക്കുന്ന തന്നെ ഞാനിത് തുറന്നു നോക്കാതെ തന്നെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത്രയും ടൈം ലാഭിക്കാമല്ലോ. നമ്മൾ മറ്റേ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ സാധനം എഴുതി ഒരു ബുക്കിൽ ഫിക്സ് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻസേഷൻ എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ നോട്ട് ഞാൻ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വരാൻ പോണത് സെൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എൻ്റെ COT ഉണ്ട് കേട്ടോ. അതിനുശേഷം വരുന്നത് കൊഗ്നിഷനാണ്. അപ്പോൾ കൊഗ്നിഷൻ്റെ അർത്ഥം കൊഗ്നിഷൻ എവിടെയായിരിക്കും, ബാക്കിലായിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ. അടുത്തത് ലേണിംഗ് ആണെങ്കിൽ ഞാൻ ഈ സെൻറ്റർ പാർട്ടീഷൻ തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഏരിയയിലോട്ട് വരുന്നത് ലേണിംഗ് ആയിരിക്കും. പിന്നെ മെമ്മറി ആണെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുന്നത് മെമ്മറി ആയിരിക്കും. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പറ്റുവാണെങ്കിൽ ഓരോ മൊഡ്യൂളിനും ഒരു 10 നോട്ട്ബുക്സ് വാങ്ങാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഓരോ മൊഡ്യൂളിനും ഓരോ നോട്ട്സ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പേജ് നമ്പർ വിടാൻ വേണ്ടി പറ്റിയിട്ട് ഓരോ പേജ് നമ്പറും കൂടെ നമ്മുടെ ഇൻഡെക്സിൻ്റെ ഇവിടെ ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടി പറ്റി അത്രയും നല്ല കാര്യം. പലപ്പോഴും ഈ നോട്ട്സിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആവുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ടൈമും കൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി എടുക്കാം. നമുക്ക് ഇങ്ങനെ അനാവശ്യമായിട്ട് നഷ്ടപ്പെടുന്ന ടൈം നമുക്ക് യൂസ് ഉള്ള കാര്യത്തിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ആൻഡ് ടൈം ലൈനിന് വേണ്ടിയിട്ട് ഒരു പേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതായത് വർഷങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതൊരു നോട്ടിൻ്റെ ഒരു ഏരിയ അതിനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ടിപ്പം ഓരോ മൊഡ്യൂൾസിനായിരിക്കുമല്ലോ നമ്മൾ ഓരോ നോട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ നോട്ടിൻ്റെ ഒരു പേജിൽ നമ്മൾ ആ മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വർഷം കണ്ടിട്ടുണ്ടെങ്കിലും ആ ടൈം ലൈനിലോട്ട് ആ വർഷത്തിനെ ആഡ് ചെയ്യുക. അങ്ങനെ ആ ടൈം ലൈൻ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അവസാനം എക്സാമിന് മുന്നേ
എല്ലാ പേജസിൽ നിന്ന് വർഷം കണ്ടുപിടിക്കുന്നതിന് പകരം ആ ഒരു ടൈം ലൈൻ്റെ സെക്ഷനിൽ നിന്ന് മാത്രം നമുക്ക് എല്ലാ ഇയേഴ്സും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് നോട്ട്സ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ്. ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫായിട്ട് നോട്ട്സ് എഴുതരുത്. അതായത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അത് അതേപോലെ മാറ്റി എഴുതി വെക്കാനാണെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല. പാരഗ്രാഫായിട്ട് ഒരിക്കലും നോട്ട്സ് എഴുതരുത്. ഞാൻ പാരഗ്രാഫ് എഴുതിയിട്ട് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത്ര നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതാണ് വർക്കൗട്ട് ആവുന്നതെങ്കിൽ ഓക്കെ, നിങ്ങളത് യൂസ് ചെയ്തോളൂ. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അതിപ്പോൾ നിങ്ങൾ ഡിജിറ്റലായിട്ട് നോട്ട് ഉണ്ടാക്കുന്നവരാണേലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേ ലൈൻ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ വേർഡ്സിലോട്ട് മാറ്റിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, ഈസ്തെറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈമും എനർജിയും കുറേ വേസ്റ്റ് ചെയ്യരുത്. ക്ലാരിറ്റി ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് ആ നോട്ട്സ് വായിക്കുന്ന സമയത്ത് ആ കാര്യം എന്താണോ പറയുന്നത് അത് മനസ്സിലാവണം. അല്ലാതെ അതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് നമ്മൾ വാവ് എന്ന് പറഞ്ഞിരിക്കരുത്. ആൻഡ് ബ്യൂട്ടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്ന് ഓർത്തിട്ട് ലാസ്റ്റ് നമ്മൾ എഴുതിയ സാധനം നമുക്ക് പോലും വായിക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി വെക്കരുത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതാ, ആൻഡ്, അഡീഷണലി, സിമിലർലി, അങ്ങനത്തെ റാൻഡം വേർഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്നത്. നമ്മുടെ ആ സെൻറ്റൻസിന് എക്സ്ട്രാ മീനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത, നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന എല്ലാ വേർഡ്സും കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് വേണ്ട സാധനം മാത്രം മാക്സിമം ഷോർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയായിരിക്കണം നമ്മുടെ നോട്ട്സ് ഉണ്ടാവേണ്ടത്. ഇതിപ്പം എൻ്റെ ഒരു നോട്ട്സ് ഇരിക്കുന്നത് ഈ രീതിയിലാണ്. ഞാൻ ഡിജിറ്റലായിട്ടായിരുന്നു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വൺ നോട്ടിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡായിരുന്നു വൺ നോട്ടിൽ നോട്ട്സ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻസ് ആയിട്ട് ഓരോ മെയിൻ ടോപ്പിക്സ് എടുത്തിട്ട് ഇട്ടു. അതിനുശേഷം അതിൻ്റെ ഓരോ പേജസ് ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത എലമെൻസിനെ കൊണ്ടുപോയിട്ട് ഇടുന്നത്. ഈ രീതിയിലായിരുന്നു ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഷോർട്ടായിട്ട്, ഇതാണ് നമുക്ക് സ്കാനബിൾ ആയിട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് വേറൊരെണ്ണം കണക്റ്റഡ് ആണെങ്കിൽ ആ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് അങ്ങോട്ടും നീണ്ടു പോകും കേട്ടോ. ഓക്കെ, എനിവേ ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PYQs സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PYQ സോൾവ് ചെയ്യുമ്പം നമ്മൾ അതിന് കൂടെ കീപ്പ് ചെയ്യേണ്ടതാണ് ഈ ഒരു PYQ നോട്ട്ബുക്ക്. അതിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം ഞാൻ ബുക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡിജിറ്റലായിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ആ രീതിയിൽ ഡീൽ ചെയ്താൽ മതി. ഇനി ചില ആൾക്കാർക്ക് എഴുതിയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, അപ്പോൾ അവർ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ PYQ നോട്ട്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇപ്പം നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ, നമുക്ക് അറിയാത്തൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് ഈ ഒരു PYQ നോട്ടിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ PYQ നോട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങളിപ്പോൾ 10 യൂണിറ്റ്സിന് 10 നോട്ട്സോ അല്ലെങ്കിൽ 10 സെഷൻസോ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി ആഡ് ചെയ്താലും മതി. നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് സോഷ്യൽ സൈക്കോളജി എന്നാണ് വരുന്നത്. അപ്പം നിങ്ങൾ സോഷ്യൽ സൈക്കോളജീൻ്റെ യൂണിറ്റ് ഏതാണോ, 8th യൂണിറ്റ് അല്ലേ, ആ ഒരു 8th യൂണിറ്റിലോട്ട് എന്ത് ചെയ്യുക, ഈ ഇൻഫർമേഷൻസ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് എലോബറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു കാര്യമല്ല പഠിക്കാൻ വേണ്ടി പറ്റുക, 4 കാര്യം വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത്, ചില ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചില സമയത്ത് ബാക്കി ഓപ്ഷൻസിൽ പലതും ഡിസ്ട്രാക്ടേഴ്സ് ആയിരിക്കും, അതായത് റാൻഡം വേർഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാകുന്നത്. അല്ലാത്ത സമയത്ത് ഈ ഡിസ്ട്രാക്ടേഴ്സിൽ തന്നെ ചിലത് ശരിക്കുമുള്ള സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ B എന്താ, C എന്താ, D എന്താന്നും കൂടെ നമ്മൾ പഠിക്കണം. അപ്പം നമുക്ക് ഒരു സമയം എത്രയെണ്ണം പഠിക്കാൻ വേണ്ടി പറ്റി, ഈ ഒരെണ്ണം പഠിക്കുന്നതിന് പകരം 4 എണ്ണം പഠിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രമല്ല പഠിക്കാൻ പറ്റുക, റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഒരെണ്ണം മാത്രമായിരിക്കുമല്ലോ എന്തായാലും കറക്റ്റ് ആൻസർ, ബാക്കിയുള്ളത് റോങ് ആയിരിക്കുമല്ലോ. അപ്പം എന്തുകൊണ്ട് അത് റോങ് ആയി എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ പറഞ്ഞ പോലെ BCD എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് പറ്റുവാണെങ്കിൽ ഈ PYQ നോട്ടിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ B വരുന്നത് ഏത് മൊഡ്യൂളിലാണോ ആ മൊഡ്യൂളിലെ ഇൻഫർമേഷൻ്റെ കൂടെ അത് ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് പറ്റുകയാണെങ്കിൽ 5-10 വർഷത്തെ പ്രീവിയസ് പേപ്പേഴ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന തീംസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേജ് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈസ്റ്റേൺ ഫിലോസഫിയിലെ ഹിന്ദുയിസത്തിലെ ഇന്ന ഒരു ടോപ്പിക്ക് ചോദിച്ചു,
ബുദ്ധിസത്തിലെ ഇന്ന ഒരു ടോപ്പിക്ക് ചോദിച്ചു എന്ന രീതിയിൽ നമ്മളത് ചോദിച്ചത് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സെയിം ടോപ്പിക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചാൽ നമുക്കത് ഇതൊരു പ്രാവശ്യം കൂടെ വന്നു എന്ന രീതിയിൽ ടാലി ചെയ്ത് പോവാം. അപ്പോൾ അവസാനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുമ്പം ഏതൊക്കെ ഏരിയയ്ക്ക് വേണം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കും. ആ രീതിയിൽ നമുക്ക് PYQനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഈ എറർ ലോഗ് മെത്തേഡാണ്. എറർ ലോഗ് മെത്തേഡ് നമ്മൾ പറയില്ലേ, ഓരോ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് ആണ് നമ്മുടെ സക്സസിലേക്കുള്ള ചവിട്ടുപടി. അതുപോലെയാണ് നമ്മൾ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന ഓരോ എററും. എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറ്, നിങ്ങൾ വീട്ടിലിരുന്നിട്ട് PYQ ചെയ്യുന്ന സമയത്ത് തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷിക്കാം. നമ്മൾ ഒരു ആൻസർ ശരിയാവുന്നതിനേക്കാളും ഒരു ആൻസർ തെറ്റാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുക. ആ ആൻസർ തെറ്റാവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താന്നുള്ളത് അറിയണം നമുക്ക് ആദ്യം. നമ്മളൊരു ഓപ്ഷൻ A ആയിരുന്നു കറക്റ്റ് ആൻസർ, പക്ഷെ നമ്മൾ B ആ ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് നമ്മൾ ആ B ചൂസ് ചെയ്തതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ചിലപ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്പെസിഫിക് ടോപ്പിക്ക് ഹ്യൂറിസ്റ്റിക് അതെന്താണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു ആൻസർ തെറ്റിച്ചത്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണം, പോയിട്ട് ആ കോൺസെപ്റ്റുവൽ ഗ്യാപ്പ് സോൾവ് ചെയ്യണം. ഞാൻ ആദ്യം പോയിട്ട് ആ ഹ്യൂറിസ്റ്റിക്സ് എന്താന്നുള്ളത് പഠിക്കണം. പിന്നെ വരുന്നത് ഞാനടക്കമുള്ള പല ആൾക്കാരും വരുത്തുന്ന ഒരു എററാണ് സില്ലി എറർ. സില്ലി എറർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുത്തുന്ന പൊട്ടത്തരങ്ങളുണ്ടല്ലോ. ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കാതെ, ക്വസ്റ്റ്യനിൽ നോട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അല്ലെങ്കിൽ നമ്മൾ കൂടുന്നതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അസെൻഡിങ് ഡിസെൻഡിങ് സാധനമൊക്കെ വരുമല്ലോ. അപ്പം അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കാതെ നമ്മൾ പോയിട്ട് ചാടിക്കേറി ആൻസർ ചെയ്യുന്നത് കൊണ്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ മിസ്റ്റേക്ക് വരുത്തുമ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്ത് പോവുക നമ്മുടെ പാറ്റേൺ എന്താണെന്നുള്ളത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നോട്ടാണോ മിസ്സാക്കുന്നത്, അതോ നമ്മൾ ക്വസ്റ്റ്യൻ സ്പീഡായിട്ട് വായിക്കുന്നത് കൊണ്ടാണോ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാവാത്തതാണോ പ്രശ്നം. അങ്ങനെ നമ്മുടെ പ്രശ്നം എന്താ, നമ്മുടെ ഈ സില്ലി എറേഴ്സിൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ മിസ്ലീഡ് ചെയ്ത സാധനം എന്തായിരുന്നു, ഒരു വേർഡാണോ, നെയിം ആണോ, അതോ അതിൻ്റെ ലോജിക്കാണോ, എന്താണ് നമ്മൾ മിസ്ലീഡ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു PYQനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പം ഈ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ലാസ്റ്റ് എൻ്റെ എക്സാം എഴുതിയ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു സില്ലി എറർ വരുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സില്ലി എറർ ക്വസ്റ്റ്യൻ ഞാൻ ഫുള്ള് വായിച്ചില്ല, പകുതി വായിച്ചപ്പോഴേക്കും ഞാൻ ചാടിപ്പോയിട്ട് ആൻസർ ചെയ്തു. എനിക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണത്. ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ തുടക്കം വായിച്ചിട്ട് ഓടിപ്പോയിട്ടോ ആൻസർ ചെയ്യും. അപ്പം ജെയിംസ് ലാങ്ങിൻ്റെയും കെന്നൻ-ബേർഡ് തിയറി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. ഞാൻ ജെയിംസ് ലാങ്ങിന്ന് മാത്രം കേട്ട പാടെ പോയിട്ട് ജെയിംസ് ലാങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഓപ്റ്റ് ചെയ്തു. പക്ഷേ ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഓപ്ഷനായിരുന്നു ശരിക്കുമുള്ള കറക്റ്റ് ആൻസർ. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചില്ല, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചില്ല, അതിന് മുന്നേ കയറിയിട്ട് ആൻസർ ചെയ്തു. അതായിരുന്നു ഞാൻ വരുത്തിയ മിസ്റ്റേക്ക്. അപ്പം നമ്മൾ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ വരുത്തുന്ന സില്ലി എറേഴ്സിനെ നോട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുക, ഇനി അത് വരുത്തരുത്, നോട്ടാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന്. എക്സാമിൻ്റെ സമയത്തല്ല, ഇവിടെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തെ നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എക്സാം ഹോളിൽ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ അലേർട്ടായിരിക്കും, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നോട്ടാണോ, ഇൻകറക്റ്റ് ആണോ, കറക്റ്റ് ആണോ, ഏതാ ചോദിച്ചത് ക്വസ്റ്റ്യനിലുള്ളതെന്ന് ഒന്നും കൂടെ ശ്രദ്ധിക്കാനുള്ള സാധ്യത കൂടും. അതാണ് എറർ ലോഗ് മെത്തേഡ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഫെയ്ൻമാൻ ലേണിംഗ് ടെക്നിക്ക്. ഫെയ്ൻമാൻ ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അങ്ങനെ നമ്മളൊരു ടോപ്പിക്ക് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെ ആയിക്കോട്ടെ, അത് നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അതിനെ ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അത് മൊത്തം എഴുതാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തിട്ട് പറഞ്ഞു നോക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വല്ല പാവക്കുട്ടികളെയോ അല്ലെങ്കിൽ കസാരയോ അങ്ങനെ എന്തെങ്കിലും നിർത്തി വെച്ചിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതും അല്ലെങ്കിൽ ഈ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു വോയിസ് റെക്കോർഡ് ചെയ്യാം. ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ ആൾക്കും മനസ്സിലാകും. നിങ്ങൾ ആ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന്. അപ്പം നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു പോകുമ്പോഴായിരിക്കും നമ്മൾ അതെങ്ങനെ ശരിയാവും, അതിനുശേഷം എന്തായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ആ ഗ്യാപ്പ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ചെല്ലുക. എന്നിട്ട് നമ്മൾ ആ ടോപ്പിക് എന്തായിരുന്നോ അതിനെ പഠിക്കുക, എന്നിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക.
അങ്ങനെ ഒരു ഗ്യാപ്പും ഇല്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ കണക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, സിമ്പിൾ ലാംഗ്വേജിലോട്ട് അതിനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ ഒരു ഐഡിയ പ്രോപ്പർ ആയിട്ട് ലേൺ ചെയ്തു എന്നുള്ളതാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീകോളിങ് ഈ പാസീവ് റിവ്യൂവിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. പാസീവ് റിവ്യൂ എന്ന് പറയുമ്പം നമ്മൾ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ നോട്ട്സ് ജസ്റ്റ് നമ്മളിങ്ങനെ ഇത് എന്ന രീതിയിൽ വായിച്ച് വായിച്ച് വെറുതെ വായിച്ച് പോകുന്നതാണ് പാസീവ് റിവ്യൂ. പാസീവ് റിവ്യൂ കൊണ്ട് യൂസ് ഉണ്ട്, പക്ഷെ അതിനേക്കാളും യൂസ് ഉണ്ടാവുക ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോഴാണ്. കാരണം പാസീവ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അറിയുന്ന ഇൻഫർമേഷൻ ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കുമല്ലോ, അതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് അറിയാം എന്നുള്ള ഒരു ഇല്യൂഷൻ വരും. പക്ഷെ ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോഴേ ശരിക്കും എത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് അറിയും അറിയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ആക്റ്റീവ് റീകോളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക് ഫിക്സ് ചെയ്തു, ഇപ്പൊ നോട്ട്ബുക്കിൽ എപ്പോഴും പറഞ്ഞത് തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തന്നെ ആയിക്കോട്ടെ, അതിന്റെ ഏരിയ എത്തി, നമ്മളത് അടച്ചു വെച്ചു. ആ ആ നോട്ടിൽ ആ ഏരിയ അടച്ചു വെച്ചു. എന്നിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് എനിക്ക് റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് ഞാൻ തന്നെ ആദ്യം ഇത് ചെക്ക് ചെയ്യുന്നു. വേണേൽ എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിൽ എഴുതി വെക്കാം, ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന കാര്യം എന്ന രീതിയിൽ നമ്മളെല്ലാം എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് തുറന്നിട്ട് ചെക്ക് ചെയ്യുക, ഓക്കെ ഞാൻ ഓർത്തു വെച്ച കാര്യങ്ങളും അല്ലാതെ നോട്ടിൽ എന്താണ് എക്സ്ട്രാ ഉള്ളത്, എവിടെയാണ് എനിക്കൊരു ഗ്യാപ്പ് വന്നത്. അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ന്യൂറൽ പാത്വേസ് ഒക്കെ ഒന്നും കൂടെ കുറച്ചും കൂടെ പാസീവ് റീകോളിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രെങ്തനിങ് സംഭവിക്കും. അതുകൊണ്ട് ആക്റ്റീവ് റീകോളിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് പേടിയാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. നമ്മൾ ഒരു കാര്യം ഒരു പ്രാവശ്യം പഠിച്ചു എന്നോർത്ത് 100% ഒന്നും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആവണമെന്നില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ചില ആൾക്കാർക്ക് 75 ഉണ്ടാവാം, ചില ആൾക്കാർക്ക് 60 ഉണ്ടാവാം, ചില ആൾക്കാർക്ക് 50 ഉണ്ടാവുള്ളൂ, അങ്ങനെ മാറും. അതിന് കുഴപ്പമില്ല അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്റ്റീവ് റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് മതി. പക്ഷെ അപ്പോൾ അവിടെ മനസ്സിൽ നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. മനസ്സിൽ എന്ന് വെച്ചാൽ ബ്രെയിനിലുണ്ടാകുന്ന ഒരു ഫീൽ, ആ ഒരു ഗ്യാപ്പ്, ഓക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങളെ അറിയുള്ളൂ എന്ന ആ ഒരു ടെൻഷൻ കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം ആ ഒരു സമയത്ത് അഗെയിൻ വായിക്കുമല്ലോ, നമ്മൾ റീകോൾ ചെയ്തതിന് ശേഷം ആ നോട്ട് നമ്മൾ അഗെയിൻ വായിക്കുമല്ലോ, ആ വായിക്കുന്ന സമയത്ത് നമ്മൾ പാസീവ് റീകോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഈ 75 ആയാലും 60 ആയാലും 50 ആയാലും അതിന് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പം നമ്മൾ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പം 100% റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ ഡിസ്കറേജ്ഡ് ആയിട്ട് പോവരുത് എന്ന് മാത്രം. ആക്റ്റീവ് റീകോളിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ വരും. ഓപ്ഷനിലോട്ട് നമ്മൾ നോക്കേണ്ടി പോലും വരില്ല. ഓപ്ഷൻ എല്ലാം വായിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസറിനെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യാം. ഈ ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ ബുക്ക് വേണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കാം, അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക, ആ ഒരു തിയറിയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു നോട്ട് പാഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വീടൊക്കെ എത്തി സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തായിരുന്നു എനിക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തതെന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. പഠിക്കാനായിട്ട് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും ഈ കൂട്ടത്തിൽ. വർക്ക് ചെയ്യുന്നവർ, പഠിക്കുന്ന PG ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ കിട്ടുന്ന 5-10 സെക്കൻഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രീം ഈ ഒരു നെറ്റ് JRF എന്നുള്ളതാണെങ്കിൽ ഇത്തരത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. ഓക്കെ, അല്ലാത്ത ആൾക്കാരിപ്പം എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ലീവ് ചെയ്യാം, അങ്ങനെയല്ല. പക്ഷേ ഈ ഒരു ഐഡിയ ലീവ് ചെയ്യാൻ കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഐഡിയ ലീവ് ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ ആ സമയത്തിനുള്ളിൽ എനിക്ക് എങ്ങനെയും നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണം എന്ന് അത്രയും ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇത്തരത്തിലൊക്കെ നമുക്ക് നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് എക്സാം ഹോളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 11 2 3 എന്ന് പറഞ്ഞിട്ടായാലും 4 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ റാൻഡംലി ഗസ് ചെയ്യാണ്. വെറുതെ നമ്മൾ ഏതെങ്കിലും പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ മൗസ് പോയിന്റർ വരുന്നത് എവിടെയാണോ അങ്ങനെ റാൻഡംലി ഗസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത്, പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ചാൻസ് എന്നൊക്കെ പറയുന്നത് 25% മാത്രമാണ്.
അതേ സ്ഥാനത്ത് നമ്മൾ ഓരോ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് കൂടും. കറക്റ്റ് ആൻസർ തന്നെ കിട്ടും എന്നുള്ളതല്ല, 25%-നെക്കാളും ചാൻസ് നമുക്ക് ഓരോ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും. നമ്മളിപ്പോൾ 4 എണ്ണത്തിൽ ഒരെണ്ണം കട്ട് ചെയ്യുക, എനിക്ക് മനസ്സിലായി ഡി അല്ല എന്ന്. ഡി അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ റാൻഡംലി ചൂസ് ചെയ്താൽ തന്നെ എനിക്ക് 33% ചാൻസ് ഉണ്ട് ആൻസർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി സിയും ആയിരിക്കില്ല എന്ന്. അപ്പം ഞാൻ ഈ എ ഓർ ബിയിൽ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് 50% ചാൻസ് ഉണ്ട്. പക്ഷെ ആൻസർ എ ആണ്, സ്റ്റിൽ ഞാൻ ബി ചൂസ് ചെയ്താൽ എൻ്റെ ആൻസർ തെറ്റും. എന്നാൽ പോലും എന്താണ്, നമ്മൾ ആദ്യത്തെ 4 എണ്ണത്തിൽ നിന്ന് റാൻഡംലി ചൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ആൻസർ കറക്റ്റ് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടി വരും നമ്മൾ ഓരോ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പം എങ്ങനെ നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് നമുക്കൊരു തിയറിയുടെ ബേസിക്സ് അറിയെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തിയറിയിൽ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീരീഡിലോട്ടല്ലേ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഓപ്ഷനിൽ പറയാണ് അത് 2 വർഷത്തേക്ക് നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക് തിയറി, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രം കേട്ടോ അത്. അങ്ങനെ നമ്മുടെ ബേസിക് തിയറീനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതിൻ്റെ ആ ഒരു സ്കോപ്പിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പാർഷ്യൽ നോളജ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മൂണ്ട് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ എലമെന്റ്സിനെ വിൽഫുള്ളി അറേഞ്ച് ചെയ്യുന്നു, ആ രീതിയിലുള്ള അതെന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ക്രിയേറ്റീവ് സിന്തസിസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്തറിയാം, കൊഗ്നിറ്റീവ് മാപ്പ് ഇവിടെ അല്ല വരിക, അത് ടോൾമാന്റെ തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്നറിയുമ്പം കൊഗ്നിറ്റീവ് മാപ്പിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വിഷ്ഫുൾ തിങ്കിങ് എടുക്കുകയാണെങ്കിൽ അതും നമുക്കറിയാം, അതൊരു കൊഗ്നിറ്റീവ് ബയാസ് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി ഏരിയ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ബയാസസ് കൊഗ്നിറ്റീവ് സൈക്കോളജി ഏരിയയിലൊക്കെയാണ് വരിക. അപ്പോൾ വൂണ്ടുമായിട്ട് റിലേറ്റ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് ഈ 2 ഓപ്ഷനിൽ നിന്നേ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം 2 ഓപ്ഷൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. നമ്മൾ ഫൈനലി ഇപ്പോൾ 2 ഓപ്ഷനിൽ എത്തിയെന്ന് ഓർക്കുക. എന്നിട്ട് ആ 2 എണ്ണത്തിന് കമ്പയർ ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ ബീനെക്കാളും സീനെ ബെറ്റർ ആക്കുന്നത്, അല്ലെങ്കിൽ സീനെക്കാളും ബീനെ ബെറ്റർ ആക്കുന്നത് എന്താണ്, അങ്ങനെ തിരിച്ചോ മറിച്ചൊക്കെ ആലോചിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരെണ്ണം അങ്ങോട്ട് ചൂസ് ചെയ്യാം. പിന്നെ അത് ശരിയാവോ തെറ്റാവോ എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഗസ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ലോജിക്കലി ഗസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടെ ആൻസർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. മാച്ച് ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ എല്ലാ പെയറും കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിപ്പം ഉറപ്പായിട്ട് 100% ഷുവർ ആയിട്ടുള്ള ഒരു പെയർ ഉണ്ടാവുമല്ലോ, ആ പെയറുള്ള ഓപ്ഷൻ ഏതാന്ന് നോക്കുക. അപ്പം നമുക്കറിയാം എയും 3ഉം ആണ് കണക്റ്റഡ് എന്ന് നോക്കുക. അപ്പോൾ ഏത് ഓപ്ഷനിലാണ് പിന്നെ വരുന്ന 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഈ എയും 3യും വരുന്ന ഓപ്ഷൻ 4 മാത്രമേ ഉള്ളെങ്കിൽ 4ലുള്ളത് ബാക്കി ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റ് ആണോ, അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ ആ 4 ആയിരിക്കും നമ്മുടെ ഓപ്ഷൻ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡെക്കാർട്ടയുടെ തിയറി അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ സിയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് അനുസരിച്ചിട്ട് മൈൻഡാണ് ബോഡീനെയും അതുപോലെ തന്നെ മൈൻഡാണ് ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ആനിമൽസിലും ഹ്യൂമൻസിലും 2 ആൾക്കാരിലും മൈൻഡാണ് ബോഡീനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. ആൻഡ് സി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൈൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, അതുപോലെ തന്നെ ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് ഇത് 2 പേർക്കും ഉണ്ട്, ആനിമൽസിനും ഹ്യൂമൻസിനും ഉണ്ട്. ഇവിടെ പറയുന്ന അനുസരിച്ച് ഇത് ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, എയും സിയും ഒരേ സമയം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. അപ്പോൾ എയും സിയും ഒരുമിച്ച് വന്നിട്ടുള്ള ഓപ്ഷൻസിനെ നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ബിയിലോ ഡിയിലോ നമുക്ക് ഈവൻ അറിയത്തില്ല, ഇതെന്താ സംഭവം എന്നേ അറിയില്ല, ഡെക്കാർട്ടിനെ പറ്റി നമ്മൾ കേട്ടിട്ടേ ഇല്ല, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഐ മീൻ ഒരു 50% ചാൻസിൽ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. 4 എണ്ണത്തിൽ നിന്ന് നമ്മൾ ഗസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി അക്കാദമിക് പ്ലാനിങ്ങിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പം മാർച്ച് ലാസ്റ്റ് ആയല്ലോ, ഇനി ഏപ്രിൽ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ജൂൺ 2nd വീക്കാണ് എക്സാം എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ജൂൺ 1st വീക്ക് വരെയുള്ള സമയത്തിൽ നമുക്ക് ഒരു 68 ദിവസമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമിസം ബയാസ് അറിയാലോ, ഒപ്റ്റിമിസ്റ്റിക് ബയാസ്, നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 68 ദിവസം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാം എന്നുള്ളതായിരിക്കും.
പക്ഷെ പിന്നെയാണ് കുറേ കാര്യങ്ങൾ വരാനിരിക്കുന്നത്. ഈ 68 ദിവസത്തിന്റെ ഇടയിൽ നമുക്ക് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് വന്നേക്കാം. ചില ആൾക്കാർക്ക് ഇപ്പം വേനൽക്കാലം മാറി ഇനി ഒരു മഴക്കാലത്തേക്ക് വരുമ്പോൾ ചുമ, പനി, ജലദോഷമൊക്കെ വരുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നേക്കാം. അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻസ്, ഇതുവരെ കല്യാണം കഴിക്കാത്ത നമ്മുടെ ഒരു കസിന് ഈ 2 മാസത്തിന്റെ ഇടയിലായിരിക്കും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസീസ് വരാം. മനുഷ്യന്മാരല്ലേ, എന്ത് വേണേലും സംഭവിക്കാം. ആൻഡ് ബേൺ ഔട്ട് അടിക്കാം. നമ്മളിപ്പം ഇതിനായിട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ 68 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പോസിബിൾ ആയിരിക്കില്ല. ഒരു 10 ദിവസം പഠിക്കുമ്പോൾ പിന്നെ ഒരു 2 ദിവസം നമുക്ക് മടുപ്പ് വരുന്നുണ്ടാകും. പിന്നെ നമ്മളൊന്നും ചെയ്യാതെ കുറച്ച് ദിവസം വെറുതെ ഇരിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ നോക്കുമ്പം പിന്നെ എത്ര ദിവസം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കിട്ടും എന്നത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് ഇത്ര സ്മൂത്ത് ആയിരിക്കില്ല. അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതറിഞ്ഞിട്ട് വേണം ഈ 68 ഡേയ്സിന് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ എക്സാക്ട് ടൈം ലൈൻ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതും യൂസ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ആദ്യത്തെ ഫേസ് നമ്മൾ കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ആ 10 മൊഡ്യൂൾസ്, അത് പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും 10 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരെണ്ണമാണ് ഈ ടി ടേബിൾസ്. ടി ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിങ്കർ, അയാളുടെ ഒരു തിയറി, ആ തിയറിയിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട് പോവുക, ഇങ്ങനെ ടി എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അവസാന നിമിഷം പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും എൻ്റെ CUT ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു നോട്ടാണ്. ഇതിലുണ്ടാവുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോ ഐഡിയാസ്, ആ ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള ആളാരാണ്, ആ ഇൻഫർമേഷൻ മാത്രമേ ഈ നോട്ട്ബുക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പോർഷൻ അതിനായിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോട്ട്സും ഈ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസ് 1 എടുക്കുന്നു. അങ്ങനെ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് 10 മൊഡ്യൂൾസിനെ പറ്റി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് PYQ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫേസ് 1 തന്നെ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിന്റെ PYQs യൂണിറ്റ് വൈസ് ചെയ്യാം. അല്ലാതെ നമുക്ക് അറിയാത്ത ഒരു ഏരിയയുടെ PYQ വെറുതെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ സങ്കടപ്പെടുന്നതിൽ നല്ലത് ആദ്യം കാര്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം PYQനെ ഫേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഫേസ് ആയിട്ട് നമുക്ക് വരുന്നത് PYQs ആണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ പാറ്റേൺ മാപ്പിംഗ് ചെയ്യാം. ഓരോ ഏരിയ, ഏത് ഏരിയക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചെക്ക് ചെയ്ത് പോകുക. അതുപോലെ തന്നെ നമ്മൾ PYQനെ സോൾവ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് വരുന്ന മിസ്റ്റേക്സും നമുക്കറിയാത്ത ഏരിയനൊക്കെ അനാലിസിസും കൂടെ നടത്തുക. ആ എറർ ലോഗ് ഫില്ല് ചെയ്ത് നമുക്ക് ഏതൊക്കെ ആൻസേഴ്സ് ആണ് റോങ് ആയിട്ട് വന്നത്, എന്തുകൊണ്ടാണ് അത് റോങ് ആയത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് പോകുക. മൂന്നാമത്തെ ഫേസിൽ റിവിഷന് വേണ്ടിയിട്ട് വെക്കുക. റിവിഷന് വേണ്ടിയിട്ട് ആക്റ്റീവ് റീകോൾ യൂസ് ചെയ്യുക. നമ്മുടെ നോട്ട്സ് എടുത്ത് വെച്ചാൽ ഓരോ ടോപ്പിക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക, അറിയാത്ത കാര്യങ്ങൾ വീണ്ടും പഠിക്കുക, ആൻഡ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അഗെയിൻ റിവ്യൂ ചെയ്യാം. ടേംസ്, ഡേറ്റ്സ്, ക്രോണോളജീസ് ഒക്കെ മെമ്മറൈസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഈ റിവിഷൻ്റെ കൂടെ തന്നെ ഫുൾ ലെങ്ത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാം പാറ്റേണിൽ ഇരുന്നിട്ട്, ഒരു എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുന്ന രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ ഈ റിവിഷൻ്റെ സമയത്തും നോട്ട്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 100% അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ഒരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാർക്കും ചെയ്യാതെ വെക്കുക. നമുക്കൊരു ഏരിയ കാണുമ്പോൾ ഇതെനിക്ക് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല, ഇത് ഞാൻ മറന്നു പോകും, ഇതൊന്നും കൂടെ വായിച്ച് നോക്കണം എന്നൊക്കെ തോന്നുന്നതിന് എന്തെങ്കിലും ഒരു മാർക്ക്, ഇങ്ങനെ ഒരു സ്റ്റാർ മാർക്ക് ആയിക്കോട്ടെ, അല്ലെ ഒരു റെഡ് കളറിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമുക്കത് പിന്നീട് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഫേസ് 4 ഒരു ഫൈനൽ റിവിഷൻ വരും. ആ റിവിഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെഡ് കോഡഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ കൂടെ മാത്രം വീണ്ടും കടന്നു പോകുക. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് എടുക്കുക. ആൻഡ് ഈ സമയത്ത് നമ്മൾ സ്പീഡും കൂടെ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഏരിയയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മൊത്തം ഞാൻ പേപ്പർ 2 വെച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും പേപ്പർ 1 നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനില്ലെങ്കിലും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് ഇരുന്നിട്ട് പേപ്പറും പെൻസിലും എടുത്ത് വെച്ചിട്ട്, പേപ്പറോ പേനയോ പെൻസിലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എക്സാം ഹോളിൽ പോയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തോളാം എന്ന് വിചാരിച്ചിരുന്നാൽ അവിടുന്ന് നമ്മൾ ഇപ്പോൾ 3+7 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 സെക്കൻഡ് ആലോചിക്കും. അതേ സ്ഥാനത്ത് നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ആയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇങ്ങനെ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എന്താണോ ആ രീതിയിൽ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് ടൈമിന് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ടെലോസിയുടെ പാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ക്ലാസ്സസ് അനുസരിച്ചിട്ട് ആ ക്ലാസ് അന്ന് കേട്ടിട്ട് അന്ന് തന്നെ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മളതിൽ മാക്സിമം ഇൻഫർമേഷൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ അതെന്ത് ചെയ്യുക, ഞാൻ പറയുന്നതിൽ നിന്ന് വേണ്ടത് മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളുടെ ഒരു നോട്ടിൽ അത് സ്ട്രക്ചേർഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. മാക്സിമം സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ കോണ്ടന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് ആ നോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. PYQs നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വീഡിയോ ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് PYQൻ്റെ ആൻസർ നിങ്ങൾ ആദ്യം മനസ്സിലാലോചിക്കുക. പിന്നെ നമ്മൾ ആൻസറും എക്സ്പ്ലനേഷനും പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചത് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ വീക്ക്ലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടെസ്റ്റുകൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 1 വീക്ക് ടൈം നമ്മൾ എക്സ്ട്രാ തരും. അതായത് സൺഡേ ഒരു ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സൺഡേ വരെ നിങ്ങൾക്ക് അതിന് ടൈം ഉണ്ടാകും. ആ ഗ്യാപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വീക്കിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആ വീക്കിൽ അന്നന്ന് തന്നെ ഇരുന്ന് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ഒരു വീക്കും കൂടെ എടുത്തിട്ടായാലും മൊത്തം കണ്ടു തീർത്ത് അത് പഠിച്ചതിന് ശേഷം മാത്രം, പഠിച്ചു എന്നുള്ള കോൺഫിഡൻസ് വന്നതിന് ശേഷം മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലേ, എവിടെയാണ് കൺഫ്യൂഷൻ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് ഇനിയുള്ള 2 മാസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ടുള്ള ഒരു എക്സാം മൈൻഡ് സെറ്റിൻ്റെ ചെക്ക് നടത്തുവാണെങ്കിൽ മാർക്ക് നമുക്ക് നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരു ആൻസർ ശരിയാക്കുമ്പം 2 മാർക്ക് കിട്ടുന്നു എന്നതിന് പകരം ഒരു ആൻസർ തെറ്റിക്കുമ്പം നമുക്ക് 2 മാർക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 മാർക്ക് കിട്ടുക എന്നുള്ളതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം 300-ന് എത്ര കുറയുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരെണ്ണം തെറ്റി, അതിൻ്റെ അർത്ഥം എനിക്ക് 298 ആ രീതിയിലോട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കട്ട് ഓഫ് വെച്ച് ആലോചിക്കുകയാണ്, നിങ്ങൾ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 250 ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ. 250 ടാർഗറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ആകെ 25 ആൻസേഴ്സേ തെറ്റിക്കാൻ വേണ്ടി പാടുള്ളൂ. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. 250 മിനിമം കേട്ടോ, ഒരു 260 ഇപ്പോൾ ജനറൽ കാറ്റഗറി ഒക്കെയാണ് വരുന്നതെങ്കിൽ 260 ടാർഗറ്റ് വെക്കണം. അങ്ങനെയാണെങ്കിൽ 20 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ചേർത്തിട്ടാണ്. പേപ്പർ 1ൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ പേപ്പർ 2ൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ നമ്മുടെ കാറ്റഗറി ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരിക. അപ്പോൾ ആ ഒരു പ്രീവിയസ് കട്ട് ഓഫ്സ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ സെറ്റ് ചെയ്ത് വെക്കുക. ആ ടാർഗറ്റ് സ്കോറിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. 300-ന് നമുക്ക് എത്ര മാർക്ക് താഴോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം മെമ്മറൈസിങ്ങിനേക്കാളും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. മെമ്മറൈസിങ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് മെമ്മറൈസ് ചെയ്യുക. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡും ചെയ്യുക. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹോൾഡ് ചെയ്ത് വെക്കും. കുറേ ഇൻഫർമേഷൻസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. കുറേ യൂട്യൂബ് പ്ലേലിസ്റ്റും വീഡിയോസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറേ നോട്ട്ബുക്സും കുറേ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ തുറന്നു നോക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര റിസോഴ്സസ് കയ്യിലുണ്ട് എന്ന് തൂക്കി നോക്കിയിട്ടല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ നിങ്ങൾ പാസ്സാവില്ലേ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിങ്ങളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ റിസോഴ്സസ് ജസ്റ്റ് കളക്ട് ചെയ്ത് മാത്രം വെക്കാതെ അത് തുറക്കുക, യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഗ്രോത്തും മറ്റുള്ളവരുടെ ഗ്രോത്തും വേറെ വേറെ രീതിയിലായിരിക്കും. ചില ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്നുണ്ടാകും, എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കോണം നിർബന്ധമില്ല. അപ്പം അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മാക്സിമത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ പറയില്ലേ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ട്രൈ ചെയ്യാം. നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും, അതെന്തെങ്കിലും സംഭവിക്കട്ടെ, അതിൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രോളിലല്ല, അപ്പം നമ്മളതിൽ ബോധേഡാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ കൺട്രോളിലുള്ള കാര്യം ഈ ഇരിക്കുന്ന 60 ദിവസമാണെങ്കിൽ 60 ദിവസത്തിൽ ഈ 10 20 യൂണിറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ടെൻഷൻ ഇല്ലാത്ത എക്സാം പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ശരിയാക്കാം.